ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രത്യാശയും രക്ഷയുമായ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്തോരാനന്ദം, എന്തോരാനന്ദം, ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം. ദ ബുക്ക് ഓഫ് ബാറൂക്ക്, ചാപ്റ്റർ 4, വേഴ്സ് 22. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. പ്രത്യാശ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ബാറൂക്ക് സംസാരിക്കുകയാണ്. നാം പാടി പ്രാർത്ഥിച്ചതുപോലെ, മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവയ്ക്കുന്നു നാഥ. നീ എന്നെ നിന്നോട് ചേർത്ത് പിടിക്കുന്നു. അതെനിക്ക് ആനന്ദത്തിൻ്റെ അനുഭവമാകുന്നു. വിപ്രവാസത്തിലുള്ള ജനത്തോട് ബാറൂക്ക് സംസാരിക്കുന്ന ഭാഗമാണിത്. ബാറൂക്ക് പറയുകയാണ്, എനിക്ക് പ്രത്യാശയുണ്ട്. ജനത്തോട് പറയുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ സാഹചര്യങ്ങൾ നൽകുന്ന പ്രത്യാശയല്ല. നോട്ട് എ ഹോപ്പ് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്. എല്ലാം അനുകൂലമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാശയല്ല ബാറൂക്കിൻ്റെ പ്രത്യാശ. മറിച്ച് ഫെയ്ത്ത് ഇൻ ഗോഡ്സ് ഇറ്റേണൽ ഫെയ്ത്ത്ഫുൾനെസ്. നിത്യനായവനിൽ പ്രത്യാശ അർപ്പിക്കുകയാണ്. അവൻ്റെ നിത്യമായ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയാണ്. പ്രത്യാശ എന്നത് നിരാശയുടെ വക്കിൽ നിൽക്കുന്ന നേരത്ത് നമ്മളെ ഉയർത്തേണ്ട സുഹൃതമാണ്. ഹോപ്പ് is an act of faith against despair. Hope is an act of faith against despair. നമുക്കറിയാം, ക്രിസ്തീയ പ്രത്യാശ ശുഭാപ്തി വിശ്വാസമല്ല. എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയുടെ പേരല്ല പ്രത്യാശ. മറിച്ച് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും തടസ്സങ്ങളേറെ മുമ്പിൽ കാണുമ്പോഴും ഇനിയൊരു തിരിച്ചുവരവ്, ഇനിയൊരു ഉയർച്ച ഇല്ല എന്ന് ചുറ്റുമുള്ളവരും നമ്മുടെ ഉള്ളും പറയുന്ന നേരത്തും കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ഇത് ഞാൻ തരണം ചെയ്യുമെന്ന് ഏറ്റുപറയുന്നതാണ് പ്രത്യാശ. ഉത്തരങ്ങൾ വൈകുമ്പോഴും ഉത്തരമില്ലാതാകുമ്പോഴും കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന പ്രത്യാശ. അത്തരമൊരു പ്രത്യാശയ്ക്കായി നമുക്ക് ഈ കാലത്ത് പ്രാർത്ഥിക്കണം. കാരണം നിരാശ സ്വഭാവമായി മാറുന്നൊരു കാലത്താണ്. മുന്നോട്ട് നടക്കാൻ പ്രചോദനമില്ലാണ്ടായി പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പ്രത്യാശ ഞങ്ങളുടെ തലമുറകൾക്ക് നീ സമ്മാനിക്കണമേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ഹോപ്പ്
is the virtue that keeps us moving forward. Hope is the virtue that keeps us moving forward. ചലനമറ്റു പോകുന്നൊരു നേരത്ത്, ചേതനയറ്റു പോകുന്നൊരു നേരത്ത് മുന്നോട്ട് നടക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന സുഹൃതത്തിൻ്റെ പേരാണ് പ്രത്യാശ. മുമ്പിൽ ഇരുട്ട് പടരുമ്പോഴും ഒരു ചുവട് വയ്ക്കാനാവതില്ലാതാകുമ്പോഴും കർത്താവിൻ്റെ കരം പിടിച്ച് ഓരോ ചുവടും മെല്ലെ വയ്ക്കാൻ നമ്മെ ഒരുക്കുന്ന സുഹൃതമാണ് പ്രത്യാശ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിത്യനായ ദൈവമേ, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ ആയവനെ, എൻ്റെ പ്രത്യാശ ഞാൻ നിന്നിൽ അർപ്പിക്കുന്നു. ഞാൻ ബലഹീനനായി പോകുമ്പോൾ, ഞാൻ നിരാശനായി പോകുമ്പോൾ എന്നെ നീ ഉയർത്തണമേ, എന്നെ നീ ചേർത്ത് പിടിക്കണമേ. കർത്താവേ, ഈ ദിവസം എന്നിൽ നീ പ്രത്യാശ നിറയ്ക്കണമേ. ഓരോ ചുവടും പ്രത്യാശയോടെ നിന്നിൽ ആശ്രയം വെച്ച് വയ്ക്കുവാൻ ഈ ദിവസം എന്നെ ഒരുക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.